ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഒന്നെങ്കിൽ കാലിൻ്റെ ഭാഗം, അല്ലെങ്കിൽ തലയുടെ ഭാഗം, അല്ലെങ്കിൽ സെൻറ്റർ ഒരു കുറച്ച് പാർട്ട് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ടോട്ടലി നമുക്ക് ഈ ഒരു ഫോട്ടോ ഇതുവരെയും വാട്സപ്പിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അല്ലെ അത് അത്രയധികം വൈഡായിട്ട് നിന്ന് ഫോട്ടോ എടുത്താൽ മാത്രമാണ് നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഫുള്ളായിട്ട് വാട്സപ്പിൽ നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം, ഈ ഫോട്ടോ തന്നെ എങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാം, നിങ്ങളെടുക്കുന്ന ഏതൊരു ഫോട്ടോയും നിങ്ങൾക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ട്രിക്കുണ്ട്. ഒരു ചെറിയൊരു ട്രിക്കിലൂടെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നോ ക്രോപ്പ് പ്രൊഫൈൽ പിക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 4.8 റേറ്റിംഗ് ഉള്ള, അതുപോലെ നല്ല 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ബെറ്റർ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു റിസ്ക് ഒന്നും കൂടാതെ ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോറിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ട്യൂട്ടോറിയൽ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതൊന്നും ചെയ്യേണ്ട, നിങ്ങളിവിടെ ഇൻഡ്യൂ കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക. ഇവിടെ ജസ്റ്റ് അലോ പെർമിഷൻ ചോദിക്കും ക്രോപ്പ് ചെയ്യാനുള്ള, അതുമാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറി, ക്യാമറ, സെറ്റിങ്സ് 3 ഓപ്ഷനാണ്. നമുക്കിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പ്രൊഫൈൽ പിക്ചർ മാത്രം സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഗാലറിയിൽ നിന്നും ആ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഈ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് ആ പ്രൊഫൈലിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഇത് വാട്സപ്പിൻ്റെ പ്രൊഫൈലായിട്ട് വെക്കാം. രണ്ടാമത് നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ അധികം ഓപ്ഷനുണ്ട്. ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് സ്ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റിലത്തെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ചെറുതാക്കിയും വലുതാക്കിയും പല ഓപ്ഷനോട്ട് മാറ്റാനുള്ളത് വരും. നമുക്കിവിടെ വേണ്ടത് ഈ 1/1 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ആദ്യത്തെ ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ അതിനുശേഷം ബാക്കിലോട്ട് പോവുക. ഇവിടെ നമുക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യാനുള്ളത്, റൊട്ടേറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഫിൽറ്ററുകളുണ്ട്. ഒരുപാട് നല്ല നല്ല ഫിൽറ്ററുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫിൽറ്ററുകൾ വരുന്നുണ്ട്. ഫിൽറ്ററൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിൽറ്റർ ഇടാം. നോർമലാണെങ്കിൽ നോർമലി തന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഒട്ടും ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം നിങ്ങൾ എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഇവിടെ രണ്ടാമത് ഡൗൺലോഡിൻ്റെ ഒരു സിമ്പിൾ കാണാം. അതിൽ കൊടുത്തു. ഇവിടെ നമുക്ക് സേവ് ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇത് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോ ഞാൻ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ പ്രൊഫൈൽ സെറ്റിങ്സ് എടുത്തതിന് ശേഷം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഗാലറിയിൽ ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ആ ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം ഈ ഫോട്ടോ നമുക്ക് ഫുള്ളായിട്ടും ഗാലറിയിൽ സേവ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഏത് നമ്മൾ മനോഹരമായിട്ടൊക്കെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് ഒരുപാട് ഫോട്ടോകളൊക്കെ എടുക്കും. പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സുഹൃത്തുക്കൾക്ക്, വിഷമിച്ചിരുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഈ ഒരു ഫോട്ടോ ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.